നമ്മൾ പ്രോബ്ലം നോക്കുകയാണ്. എക്സാമ്പിൾ 1. ഫസ്റ്റ് വൺ ഓൺ 1/1/2019 the board of directors of X Limited desires to know ക്വസ്റ്റ്യൻ വായിക്കാം. എന്നിട്ട് അതിൽ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഡിബെഞ്ചേഴ്സ് തന്നിട്ടുണ്ട്, ഫിക്സഡ് അസറ്റ് തന്നിട്ടുണ്ട്. ഇനി ദ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ 6000 യൂണിറ്റ്സ് ആണ്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ടു ബി സെയിം തന്നെയാണ് 2019. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് മുന്നേ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കണം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും വായിക്കണില്ല. സെല്ലിംഗ് പ്രൈസ് ലാസ്റ്റ് തന്നിട്ടുണ്ട്. സെല്ലിംഗ് പ്രൈസ് 5 per unit ആണ്. റോ മെറ്റീരിയൽസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. 60% ആണ് റോ മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് 10%, ഓവർ ഹെഡ് 20%. അപ്പോൾ ഇതുവരെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ ഇയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മാനുഫാക്ചറിങ് കൺസേൺ ആണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കണം. മാനുഫാക്ചറിങ് കൺസേണിന് വേറെ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, അപ്പോൾ അത് ഓർക്കണം, ഒന്നാമത്തെ കാര്യം. പിന്നെ അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പിന്നെ റോ മെറ്റീരിയൽസ് എന്ന മന്ത്ലി ആണ് ഇതൊക്കെ എഴുതാമെന്ന് പറഞ്ഞു. എക്സ്പെക്റ്റഡ് ടു റിമൈൻ സ്റ്റോർസ് ഓൺ ആൻ ആവറേജ് 2 months എന്ന് പറഞ്ഞിട്ടുണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ കേസ് 2 months എന്ന് തന്നിട്ടുണ്ട്. ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രോസസ് ഫോർ 1 month തന്നിട്ടുണ്ട്. പ്രൊഡക്ഷൻ ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രോസസ് ഫോർ 1 monthലാണ് നമ്മളുടെ വർക്ക് ഇൻ പ്രോഗ്രസ് വരിക. ഫിനിഷ്ഡ് ഗുഡ്സ് വിൽ സ്റ്റേ ഇൻ ദ വെയർ ഹൗസ് വെയിറ്റിംഗ് ഡിസ്പാച്ച് എത്രയാണ് 3 months ആണ്. സ്റ്റോർ എന്താ പറയുക ഫിനിഷ്ഡ് ഗുഡ്സ്, അപ്പോൾ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 3 months അവിടെ കിടക്കും. ക്രെഡിറ്റ് അലൗഡ് 2 months ആണ്. ക്രെഡിറ്റ് ഗിവൺ ടു ഡെറ്റേഴ്സ് 3 months ആണ്. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കിടക്കാം. നമ്മളെന്താണ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇതുപോലെ നമ്മൾ വരച്ച് ചെയ്യാം. ഇതുപോലെ ഇത് മാനുഫാക്ചറിങ് കൺസേൺ ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, കറണ്ട് അസറ്റ്സ്, ആദ്യം ഐറ്റംസൊക്കെ ഈ കോളത്തിൽ എഴുതും, അതിൻ്റെ ടോട്ടൽ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് എഴുതും നമുക്ക്. അപ്പോൾ തെറ്റില്ല ഐറ്റംസ്. അപ്പോൾ ഇതാ കറണ്ട് അസറ്റ്സ് ഈ ഇതെങ്ങനെയാണ് തന്നതെന്ന്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 2 months. അപ്പോൾ അതിൽ എത്രയാണ് സ്റ്റോക്ക് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കുറേ ഐറ്റംസ് നോക്കണം. റോ മെറ്റീരിയൽസിൻ്റെ ഇത് കണ്ടുപിടിക്കണം. റോ മെറ്റീരിയൽസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ സെയിൽ കണ്ടുപിടിക്കണം ആദ്യം. ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ടോട്ടൽ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 60,000 ആണ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു. ഇപ്രാവശ്യം അത് തന്നെയാവെന്ന് പറഞ്ഞു. പിന്നെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്രയാണ് തന്നിട്ട് 5 ആണ്. അപ്പോൾ 30,000 ആണ് എന്ത് ടോട്ടൽ സെയിൽസ്. 60,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വിൽക്കുന്ന പ്രൈസ് 5. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടോട്ടൽ സെയിൽസ് നമുക്ക് എത്ര കിട്ടി 30,000 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ്. ഇനി അതിൽ നിന്ന് നമുക്ക് റോ മെറ്റീരിയൽസ് അങ്ങനെ ഉള്ള ഐറ്റംസൊക്കെ കണ്ടുപിടിക്കണം. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ മന്ത്ലിയാണ് കണ്ട്. റോ മെറ്റീരിയൽസിൻ്റെ കേസിൽ ഇതിലൊക്കെ നമ്മൾ മന്ത്ലിയാണ് കാര്യങ്ങൾ കാണുന്നത്. റോ മെറ്റീരിയൽസ് 30,000 സെയിൽസിൻ്റെ 30,000 ആയ സെയിൽസിൻ്റെ 60% ആണ് റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു. 1 monthൻ്റെ കാണണം നമ്മൾ. അപ്പോൾ 1/12. അപ്പോൾ ഇതാക്കുമ്പോൾ നമുക്ക് 15,000 കിട്ടും റോ മെറ്റീരിയൽസ്. അതേപോലെ നമ്മൾ ഡയറക്റ്റ് ലേബർ കാണണം. ഡയറക്റ്റ് ലേബർ ഒക്കെ ഈ 30,000 ടോട്ടൽ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് 10% ആണ്. ഇത് 30 റോ മെറ്റീരിയൽ 30% തന്നു, അല്ല 60% തന്നു. ഡയറക്റ്റ് ലേബർ 10%, ഓവർ ഹെഡ് 20%. ഇതൊക്കെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 30,000 ഇൻറ്റു 10/100 ഇൻറ്റു 1 monthൻ്റെയാണ് നമ്മൾ കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 2,500 കിട്ടി. ഇവിടെ ഓവർ ഹെഡും ഇതുപോലെ നമ്മൾ 30,000 ഇൻറ്റു 20% ആണെന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു 1 monthലേക്ക് കാണും, നമുക്ക് 5,000 കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇങ്ങനെ റോ മെറ്റീരിയൽസിൻ്റെ ഇതൊക്കെ 1 monthലേക്കുള്ള എമൗണ്ടുകൾ. റോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഓവർ ഹെഡ്.
ഇനി ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ എത്രയാണ് തന്ന് അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് 1 മന്തിൽ നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താണ് തന്ന് അതിലേക്ക് നമ്മൾ ഇതാക്കണം. ഇനി നേരത്തെ കണ്ടുപിടിച്ചത് നമ്മൾ മൈൻഡിൽ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ സ്റ്റോക്ക് അടുത്ത് നമ്മൾ ഇതെടുക്കുക, നമ്മുടെ മാനുഫാക്ചറിങ് കൺസേൺസിന് വരുന്ന ഇത് പറഞ്ഞല്ലോ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്, ആ ഫോർമാറ്റ് എടുക്കുക. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഫോർ മന്ത്സ് കൺസംഷൻ, വർക്ക് ഇൻ പ്രോഗ്രസ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സൺഡ്രി ഡെറ്റേഴ്സ്, അങ്ങനെ ഐറ്റംസ് എടുത്ത് നോക്കുക. അത് കാണാണ്ട് മൈൻഡിലുണ്ടാവണം. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റോ മെറ്റീരിയൽസ് വർക്ക് ഇൻ പ്രോഗ്രസ് ആയിട്ട് റിമൈൻ ചെയ്യണത്, എക്സ്പെക്റ്റഡ് ടു റിമൈൻ സ്റ്റോഴ്സിൽ നിൽക്കുന്നത് 2 months ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എക്സ്പെക്റ്റഡ് ടു ബി വർക്ക് പ്രോസസ് ഇൻ 1 month, പ്രോസസ്സിൽ 1 month ആണ് ഉണ്ടാവുക എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഓവർ ഹെഡിൻ്റെ കുറിച്ചിട്ടും ലേബറിനെ കുറിച്ചിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊരു അസംഷനായിട്ട് എടുക്കുകയാണ് ചെയ്യുക, നമ്മൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട. അതിലൊരു ഇതായിട്ട് വർക്കിംഗ് നോട്ടായിട്ട് എഴുതിയിട്ട് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ലേബർ ആൻഡ് ഓവർ ഹെഡ് അക്രൂ ഈവൻലി ഡ്യൂറിങ് ദ ഇയർ ആൻഡ് ഹെൻസ് ഹാഫ് ഓഫ് ദ എമൗണ്ട് ഈസ് ഇൻക്ലൂഡഡ്. ഒന്നായിട്ട് എടുക്കും, എൻ്റെ പകുതി എന്തായിട്ട് എടുക്കും, ലേബറും പകുതി ഓവർ ഹെഡും. അത് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇപ്പോൾ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 2 months, റോ മെറ്റീരിയൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 15,000 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 15,000 × 2 months എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിങ്ങോട്ട് എടുത്തെഴുതുക. പിന്നെ രണ്ടാമത്തെ ഐറ്റം വർക്ക് ഇൻ പ്രോഗ്രസ്, 1 monthലേക്കാണ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം കേട്ടോ. ആ മന്തൊക്കെ മാറി കഴിഞ്ഞു. മെറ്റീരിയൽ നമ്മൾ എന്താണ് 15,000 1 ഇട്ടു. പിന്നെ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞു നമുക്ക് അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും തരാത്ത കാരണം നമ്മൾ ഇതിൻ്റെ കേസിൽ ഒന്നായിട്ട് എടുക്കും, രണ്ടിനും കൂടിയിട്ട് ഒന്നായിട്ട് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ക്വസ്റ്റ്യനിലൊന്നും തന്നില്ലാത്ത കാരണം ഒരു അസംഷനാണ്. അത് ലേബർ ഓവർഹെഡും കൂടി ഒന്നായിട്ട് എടുത്തു, ഹാഫ് ആയിട്ട് എടുക്കണം. 25 ലേബറൊക്കെ കണ്ടുപിടിച്ച എമൗണ്ടാണ് 2,500 × 0.50, ഓവർഹെഡ് 5,000 × 0.5. എമൗണ്ടൊക്കെ കൂട്ടിയിട്ട് ടോട്ടൽ വർക്ക് ഇൻ പ്രോഗ്രസ് ഫോർ 1 month ഇതാണ് കിട്ടുക. ഇനി സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ് പറഞ്ഞിട്ടുണ്ട്. ഫിനിഷ് ചെയ്ത ഗുഡ്സ് വെയർ ഹൗസിൽ 3 മാസം ഇരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മെറ്റീരിയൽ ലേബർ ഇതൊക്കെ ഇതിൽ എന്ത് ചെയ്യാണ്, ഇതിന് മാത്രം ഈ ഒന്നായിട്ട് എടുക്കേണ്ട കേസ് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ 3 മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 3 ഇട്ട് ഇതാക്കുക. ഇത് ആൻസർ കിട്ടി. ഇനി ഡെറ്റേഴ്സ് 3 months ആണ്. അപ്പോൾ മെറ്റീരിയലും ലേബറും ഓവർഹെഡ് അതിലൊക്കെ ഉണ്ട്, അതും 3 കൊണ്ട് കുടിക്കുക, അത് ഇത് ടോട്ടൽ ചെയ്യുക. ഇനി നമ്മൾ കറണ്ട് ലയബിലിറ്റീസ് ആണ്, ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് ഫോർ റോ മെറ്റീരിയൽ 2 മാസമാണ്. നമ്മൾ സെയിൽസിൻ്റെ യൂണിറ്റ്സ് റോ മെറ്റീരിയൽസിന് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. റോ മെറ്റീരിയൽ 15,000 ആണ്, × 2 10,000. ഇനി കറണ്ട് അസെറ്റ്സ് നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ചാൽ വേറെ അഡീഷണൽ പ്രൊവിഷൻസ് ഒന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അപ്പോൾ ഇതാണ് എന്ത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഇത് ആഡിക്വേറ്റ് ആണോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണം. നമ്മൾ എന്തിനാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ അങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമ്മളതിലുള്ളത് നമ്മൾ പറഞ്ഞു എക്സസ് ആയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായി കഴിഞ്ഞാൽ കൂടുതൽ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ ഡേഞ്ചറാണ്, കുറഞ്ഞുണ്ടായാലും ഡേഞ്ചറാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുറവാണോ കൂടുതലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു ഇതുണ്ട്. അതായത് നമുക്കിതാണ് നമ്മുടെ കയ്യിലുള്ളത് 1,53,750 ആണ് നമ്മുടെ റിക്വയർഡ്. ഇനി നമ്മൾ നോക്കേണ്ടത് നമുക്ക് വേണ്ടത് കയ്യിലുള്ളതല്ല, നമ്മളുടെ റിക്വയർമെൻറ്റ് അത്രയാണ്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ കണ്ടുപിടിച്ച എമൗണ്ടിൽ 1,53,750 നിന്ന് എന്ത് ചെയ്യുക, നമ്മുടെ ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചേഴ്സ്, നമ്മൾ അതിനാണ് ക്വസ്റ്റ്യനിൽ എന്തിനാണ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചേഴ്സൊക്കെ എന്തിനാണ് ഫിക്സഡ് അസറ്റൊക്കെ തന്നതെന്ന് പറയാൻ ഇങ്ങനെ ഇത് നമ്മുടെ കയ്യിലുള്ള മതി വരുമോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഇത് രണ്ടും കൂടി കൂട്ടുക, ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചേഴ്സും കൂട്ടിയിട്ട് അതിൽ നിന്ന് ഫിക്സഡ് അസറ്റ് കുറയ്ക്കുക. അപ്പോൾ കിട്ടണ എമൗണ്ടാണ് എന്ത് 1,25,000. നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ട് 1 lakh, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ് 1,53,700 നമുക്ക് റിക്വയർഡ് എമൗണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ളത് എത്രയേ ഉള്ളൂ, 1,25,000 ഉള്ളൂ. അപ്പോൾ ബാക്കി എത്രയാണ് നമുക്ക് അഡീഷണലായിട്ട് ആവശ്യമുള്ളത്, 28,750 നമ്മുടെ കയ്യിൽ ഷോർട്ടേജാണ്.
അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നാൽ റിക്വയർഡ് നമ്മൾ ഓൾറെഡി ഇത് വെച്ചിട്ട് കറണ്ട് അസറ്റ്സ് ആ ഫോർമാറ്റ് വെച്ച് കണ്ടുപിടിച്ചു. പിന്നെയുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചറും കൂട്ടി അതിന് ഫിക്സഡ് അസറ്റ് കുറച്ച എമൗണ്ടാണ് 1,25,000. അല്ലാണ്ട് ഇവിടെ സെയിം തന്നെ ഫിക്സഡ് അസറ്റിൻ്റെ എമൗണ്ടും അതല്ല, ഇത് പ്ലസ് ഇത് മൈനസ് ഫിക്സഡ് അസറ്റ് ഇതാണ് ഇത് കുറച്ചപ്പോൾ നമുക്ക് ഈ എമൗണ്ട് കിട്ടി. അത്ര നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ട്. നമുക്ക് റിക്വയർഡ് ഇത്രയാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ ആക്ച്വലി അത്ര ഇല്ല, ഇത് കുറവുണ്ടെന്ന്. ഇത്രയാണ് ഈ പ്രോബ്ലം ഉള്ളത്. ഒന്ന് ചെയ്തു നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ് സിക്കൊക്കെ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ.